തിരുവനന്തപുരത്തെ ബി.ജെ.പിയിൽ വായ്പാ തട്ടിപ്പിന് പിന്നാലെ ആത്മഹത്യകളും തുടർക്കഥയാവുന്നു. ബി.ജെ.പി കൗൺസിലർ തിരുമല അനിലിന് പിന്നാലെ ആർ.എസ്.എസ് നേതാവ് ആനന്ദ് കെ തമ്പിയും ജീവനൊടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യ. എന്നാൽ ആനന്ദിന്റെ പേര് പോലും ആദ്യമായാണ് കേൾക്കുന്നതെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ആനന്ദിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ സംസ്ഥാന ബി.ജെ.പിയുടെ ഗ്രൂപ്പുകളിൽ അധ്യക്ഷന് നേരെ വിമർശനങ്ങളും രൂക്ഷമായി. തിരുവനന്തപുരത്തെ ബി.ജെ.പിയിൽ വായ്പാ തട്ടിപ്പിന് പിന്നാലെ നേതാക്കളുടെ ആത്മഹത്യകളും തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപാണ് ബി.ജെ.പി കൗൺസിലർ തിരുമല അനിൽ നേതാക്കളിൽ നിന്നുണ്ടായ പ്രവൃത്തിയെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. അനിലിന്റെ സഹകരണ സംഘത്തിൽ നിന്ന് ബി.ജെ.പി നേതാക്കൾ ഭീമമായ തുക വായ്പയെടുത്ത് തിരിച്ചടക്കാത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവുമായിരുന്നു അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. എന്നാൽ ആനന്ദ് കെ തമ്പി തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം നൽകി പറ്റിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത്. തൃക്കണ്ണാപുരത്ത് മത്സരിക്കണമെന്ന ആഗ്രഹം നേരത്തെ തന്നെ ആനന്ദ് നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ ആനന്ദിനെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, മണ്ണ് മാഫിയക്കാരനായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കി. പിന്നാലെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിറങ്ങിയ ആനന്ദിനെ നിരന്തരം നേതാക്കൾ ഭീഷണിപ്പെടുത്തി. ആനന്ദിന്റെ കൂടെയുണ്ടായിരുന്ന നേതാക്കളെയും നേതൃത്വം വിലക്കുകയായിരുന്നു. അങ്ങനെയാണ് ആത്മഹത്യയെന്ന വഴി ആനന്ദ് സ്വീകരിച്ചത്. എന്നാൽ ആനന്ദിന്റെ പേര് പോലും ആദ്യമായാണ് കേൾക്കുന്നതെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. അതേസമയം ആനന്ദ് ബി.ജെ.പി പ്രവർത്തകനല്ലെന്നാണ് ജില്ലാ അധ്യക്ഷൻ കരമന ജയന്റെ വാദം. അതെ, ആനന്ദ് ബി.ജെ.പിയുടെ പ്രവർത്തകനോ ബി.ജെ.പിയുടെ ചുമതലയോ ഒന്നും വഹിച്ചിട്ടുള്ള ആളല്ല. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലെ ആനന്ദിന്റെ പേരും വന്നിട്ടില്ല. 101 വാർഡുകളിൽ 500-ലധികം ആൾക്കാരുടെ പേരിൽ വന്നിട്ടുണ്ട്. അതിലൊന്നും ആനന്ദിന്റെ പേര് വന്നിട്ടില്ല. ബി.ജെ.പിയുടെ ഒരു ചുമതലയിലും അദ്ദേഹം പ്രവർത്തിച്ചില്ല. ബി.ജെ.പി നേതാവ് കാണാനില്ല. അദ്ദേഹം ആർ.എസ്.എസിൽ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നു. ഇപ്പൊ ഉള്ള ആളല്ല. തിരുമല അനിലിന്റെ ആത്മഹത്യയിലും ഇതേ മനോഭാവമായിരുന്നു സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റേത്. നേതൃത്വവും നേതാക്കളും കാരണം ആത്മഹത്യ ചെയ്യുന്ന സജീവ പ്രവർത്തകരായിരുന്നവരെ അറിയില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന സ്ഥിതി തുടർന്നതോടെ ബി.ജെ.പിയുടെ ഗ്രൂപ്പുകളിലും സംസ്ഥാന അധ്യക്ഷന് നേരെ വിമർശനങ്ങളുടെ കൂമ്പാരമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് ഇത് വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ആനന്ദിന്റെ ആത്മഹത്യയിൽ സംസ്ഥാന ജില്ലാ നേതൃത്വം കൃത്യമായ മറുപടി തന്നെ പറയേണ്ടി വരും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.